വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളുള്ള 4 ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 4, നോർത്ത് അമേരിക്ക. വിസ്തീർണം അനുസരിച്ച് 3ാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ഇത്. കരീബിയൻ ദ്വീപുകളും മധ്യ അമേരിക്കയും ഉൾപ്പെടെ 23 രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കരവിസ്തീർണം അനുസരിച്ച് ഏറ്റവും വലിയ രാജ്യമായ കാനഡയും ഈ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു. ഭൂമിയുടെ കരയുടെ ഏകദേശം 16.5% ഈ ഭൂഖണ്ഡം വ്യാപിച്ചു കിടക്കുന്നു. നമ്പർ 3, യൂറോപ്പ്. വടക്കൻ അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഖണ്ഡമാണ് ഇത്. ഏകദേശം 47 രാജ്യങ്ങൾ, ഏകദേശം 743 ദശലക്ഷം ജനസംഖ്യ, ജർമ്മനി, ഫ്രാൻസ്, വത്തിക്കാൻ സിറ്റി തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 9.94 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂരിഭാഗവും യൂറൽ പർവ്വത നിരകളാലും യൂറൽ നദികളാലും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നമ്പർ 2, ഏഷ്യ. 44 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഇവിടെ 49 രാജ്യങ്ങളാണ് ഉള്ളത്. ഇസ്ലാം, ജൂതമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, ബുദ്ധമതം, മറ്റു നിരവധി മതങ്ങൾ എന്നിവയുൾപ്പെടെ ലോകത്തിലെ മിക്ക മുഖ്യധാര മതങ്ങളുടെയും ജന്മസ്ഥലമായിരുന്നു ഏഷ്യ. 2026 കണക്കനുസരിച്ച് ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ചൈനയാണ്. നമ്പർ 1, ആഫ്രിക്ക. ലോകത്തിലെ 2ാമത്തെ വലിയ ഭൂഖണ്ഡമായി ഇത് 54 രാജ്യങ്ങളും ഏകദേശം 1.4 ബില്യൺ ജനസംഖ്യയും സഹാറ മരുഭൂമി, നൈൽ നദി തുടങ്ങിയ പ്രധാന ലാൻഡ്മാർക്കുകളും അടങ്ങിയതാണ്. ഭൂമിയുടെ കരവിസ്തൃതിയുടെ ഏകദേശം 20% ആഫ്രിക്ക വ്യാപിച്ചു കിടക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.